ക്രൈസ്റ്റ് ഫെലോഷിപ്പ് ഫാമിലിയോട് കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഈ വിലയേറിയ ഭാഗ്യം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പകൽക്കാലം മാത്രമല്ല, എത്രയോ സമയങ്ങൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വർഷം തുടങ്ങിയതും ഇപ്പൊ അവസാനമായി. എത്രയോ വിഷയങ്ങൾ അതിനിടയിൽ കഴിഞ്ഞുപോയി. എന്നാൽ ഇന്ന് വരെയും കർത്താവിന്റെ കൃപയിലും കർത്താവിന്റെ സ്നേഹത്തിലും നാം ഓരോരുത്തരെയും കാത്തു സൂക്ഷിച്ചു. അതിനായിട്ട് ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ഡിവോഷൻ, ക്രൈസ്റ്റ് ഫെലോഷിപ്പ് മിനിസ്ട്രി ഡിവോഷൻ ആവുമ്പം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഓരോ തിങ്സ് ദാറ്റ് വി എൻകൗണ്ടർ ഡ്യൂറിങ് അവർ മിനിസ്ട്രീസ്, ഡ്യൂറിങ് നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫിൽ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സമയം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ആവുമ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് I would like to talk about the storms of our lives. നാം നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ചില കൊടുങ്കാറ്റുകൾ അല്ലെ. പലപ്പോഴും നാം ബൈബിളിൽ പല കൊടുങ്കാറ്റ് കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം സ്റ്റോംസ് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ അല്ലെ നമ്മുടെ വിശ്വാസത്തെയും നാം കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ തന്നെ പലവിധമായ സ്റ്റോംസ് വരുമ്പോൾ ചില സമയം നാം പതറിപ്പോകും, ചില സമയം മറ്റുള്ളവർ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും, ചില സമയം നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ കർത്താവിനോട് കൂടെ തന്നെയാണോ, ഞാൻ കർത്താവിന്റെ കൂടെ നടന്നിട്ട് ഇങ്ങനെ ചില ഈശാനമൂലൻ എന്റെ ജീവിതത്തിൽ അടിച്ചുയരുന്നല്ലോ, അല്ലെങ്കിൽ ചില ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ ചില സ്റ്റോംസ് നമ്മുടെ ജീവിതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നല്ലോ. അങ്ങനെ പലവിധമായ വിഷയങ്ങൾ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. ഈവൻ ഈ ഒരു വർഷത്തിൽ തന്നെ ഇന്നത്തെ ഇപ്പം ഒക്ടോബർ എൻഡ് ആവാറായി, ജസ്റ്റ് 2-3 days മോർ, 10 മാസം കഴിയുക. നമ്മൾ എത്രയോ വിഷയങ്ങളെ നാം ഫേസ് ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ബൈബിളിൽ നിന്ന് ഞാൻ സ്റ്റോംസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 മെയിൻ സ്റ്റോംസ്, ഞാൻ 3 മെയിൻ ടൈപ്സ് ഓഫ് സ്റ്റോംസിനെ നാം ഒന്ന് ചിന്തിക്കാം. ആ സ്റ്റോംസ് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നു, ആൻഡ് അതും ദൈവമക്കളുടെ ജീവിതത്തിൽ, അല്ലാതെ ജസ്റ്റ് അബൌട്ട് എനിബഡി അല്ല, ദൈവത്തെ അറിയാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുടെ അല്ല, ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ആ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ആ സ്റ്റോം വന്നെന്നും ആ സ്റ്റോമിൽ എന്താ ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. സോ 2 things. അങ്ങനെ നോക്കുമ്പോൾ ആദ്യമായിട്ട് നാം പ്രധാനമായിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണുന്ന ഒരു സ്റ്റോമാ ജോനായുടെ സ്റ്റോം അല്ലെ. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോം. ജോനായുടെ സ്റ്റോം കാണുമ്പോൾ നോക്കിയാല് ജോന ചാപ്റ്റർ 1:1-2 വായിക്കുമ്പോഴാ ജോനായുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നത്. 3-4 വായിക്കുമ്പോഴത്തേനും നമുക്ക് യോനായ്ക്കെതിരെ അടിച്ച് ആ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ആ സ്റ്റോം അതെന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാം. യോന എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു പ്രവാചകൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവനും അവൻ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം അവനോട് സംസാരിക്കുകയും 2-way കമ്മ്യൂണിക്കേഷൻ, ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ദൈവത്തോട് നടന്നുകൊണ്ടിരുന്ന ഒരു ദൈവത്തിന്റെ പ്രവാചകൻ അല്ലെ. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകനോട് 1 and 2 വായിക്കുമ്പം, Now the word of the Lord came unto Jonah the son of Amittai, Arise, go to Nineveh, that great city, and cry against it, for the wickedness is come up before me. But Jonah arose, 3-ാമത്തെ വാക്യം, Jonah rose up to flee unto Tarshish from the presence of the Lord, and went down to Joppa. And he found a ship going to Tarshish, so he paid the fare thereof, and went down into it to go with them unto Tarshish from the presence of the Lord. But the Lord sent out a great wind into the sea, and there was a mighty tempest in the sea, so that the ship was like to be broken. അന്നേരം ആ ഷിപ്പ് തകരാൻ പാകത്തിന് ദൈവം ഒരു ചുഴലിക്കാറ്റിനെ അല്ലെങ്കിൽ ഒരു അതിന് മലയാളത്തിൽ എന്തുവാ പറയുന്നത്, സ്റ്റോമിന് കാറ്റടിപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു അല്ലെ.
ഓക്കെ, അന്നേരം വാട്ട് വി സീ ഓവർ ദർ ഇസ് 3ഉം 4ഉം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, ദൈവം യോനായോട് കൽപ്പിച്ചത്, ദൈവത്തിന്റെ പ്രവാചകൻ അവിടെ ഒരു അനുസരണക്കേട് കാണിക്കും അല്ലെ. ദൈവം കൽപ്പിച്ചതല്ല ചെയ്യുന്നത്, ദൈവം കൽപ്പിക്കാത്തത് ചെയ്യാനാ യോന ധൃതി കൂട്ടുന്നത്. അങ്ങനെ അതൊന്ന് നോക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് കമ്പയർ ചെയ്യാം. എത്രയോ വിഷയങ്ങൾ ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവ കൽപ്പനയെ ലംഘിച്ച്, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുന്നതും, ഇങ്ങനെ അരുതെന്ന് പറയുന്നത് ചെയ്യുന്നതും, ഇത് രണ്ടും ഡിസൊബീഡിയൻസി വരും അല്ലെ. അങ്ങനെയെങ്കിൽ അവിടെ യോന, അവിടെ നാം പലപ്പോഴും ജോനാസ് ഡിസൊബീഡിയൻസ് അങ്ങനെ കാണുന്നുള്ളല്ലോ. യോന ഒരു അനുസരണക്കേട് കാണിച്ചു. പക്ഷെങ്കിൽ ആ 3ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ, he was fleeing away from the presence of the Lord. See, every time when we disobey the Lord, ദൈവത്തെ എപ്പോഴൊക്കെ അനുസരണക്കേട് കാണിക്കുന്നോ ആ സമയം നാം ഒരു അനുസരണക്കേട് കാണിച്ചെന്ന് അത്ര ലഘുവായി എടുക്കരുത്. നാം ദൈവ സന്നിധിയിൽ നിന്ന് മാറിപ്പോവാം. ദൈവത്തിന്റെ ആ സാമീപ്യത്തിൽ നിന്ന് നാം ഓടിപ്പോവാ. there is going to be a distance, a gap in our relationship with God. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ അനുസരണക്കേട് പോലല്ലേ നാം ചിന്തിക്കുന്നത്. നാം കുഞ്ഞുങ്ങളോട് പറഞ്ഞു ഇന്ന് കളിക്കാൻ പോകണ്ട, എന്നാ അവര് പോയി, ശരി. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ തിരിച്ചു വരുമ്പം we just forget and we take them in അല്ലേ. കൂടി വന്നാൽ നമ്മളൊന്ന് അവരെ വഴക്ക് പറയും. അതല്ലാതെ നമ്മൾ അങ്ങനെ they are not going away from us അല്ലേ. പക്ഷെങ്കിൽ ഈ കാര്യം നമ്മളൊന്ന് നല്ല ഗൗരവമായിട്ട് ചിന്തിച്ചേ. ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കണ്ട. കർത്താവ് പറഞ്ഞിട്ടുള്ളത് യു ഡു നോട്ട് ഹാവ് ടു വറി അല്ലെ. നാളെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യണ്ട. അങ്ങനെയെങ്കിൽ നാം നാളെ കുറിച്ച് വറി ചെയ്യുമ്പോൾ എന്തുവാ? ആൺട് വി ഡിസൊബേയിങ്? അങ്ങനെ നോക്കിയാൽ എത്ര കാര്യങ്ങൾ നാം വിശ്വാസത്തിൽ അല്ലെ, ദൈവത്തോട് അല്ലെ ആ വിശ്വാസം കുറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ എത്രയോ കൽപ്പനകൾ നിങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ അങ്ങ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. എന്നാ പോലും നാം അങ്ങ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ എത്ര കൽപ്പനകൾ ഒരു ദിവസം തന്നെ നാം അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ how near are we in the presence of God? കാരണം ഒരൊറ്റ ഒരു അനുസരണക്കേട് കാണിച്ചപ്പോഴത്തേന് യോന ദൈവസന്നിധി വിട്ട് ഓടിപ്പോയെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം എത്ര പ്രാവശ്യം ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം ദൈവസന്നിധി വിട്ട ഓടിപ്പോകുന്നത്? That is when I realized the importance of how important it is to obey God. കാരണം ഓരോ പ്രാവശ്യവും ആ ദൈവസന്നിധിയല്ലേ നമ്മുടെ ബലം, ദൈവസന്നിധിയല്ലേ നമ്മുടെ സന്തോഷം, ദൈവസന്നിധിയല്ലേ നമ്മുടെ സൂക്ഷിപ്പ്, നമ്മുടെ പ്രൊട്ടക്ഷൻ. അത് വിട്ട് നാം എത്ര പ്രാവശ്യം ഓടിപ്പോയേക്കുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്നാൽ ദൈവം, ഹല്ലേലൂയ, കർത്താവിന്റെ ആ സ്നേഹം ഒന്ന് ഓർത്തു നോക്കണേ. ഞാനത് ചിന്തിക്കായിരുന്നു. ഞാൻ കുഞ്ഞുനാളിലെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ജോന ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, ജോനായ്ക്ക് പണിഷ്മെന്റ് കിട്ടി. എപ്പോഴും ഒരു പണിഷ് ചെയ്യുന്ന ഫാദറോ മദറോ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല അല്ലെ. അതുപോലെ തന്നെ കർത്താവ് പണിഷ് ചെയ്യുന്ന ഒരു കർത്താവാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെങ്കിൽ അത് കുറച്ചുകൂടെ നാം ഒരു മുതിർന്ന ഒരു മെച്യൂർ തോട്ട് പ്രോസസ്സോട് കൂടെ ചിന്തിച്ചാൽ, യോനായെ അങ്ങ് വിട്ടായിരുന്നെങ്കിൽ യോന എന്നേ നശിച്ചു പോയനേം അല്ലെ. ദൈവസന്നിധി വിട്ട് ഓടി അങ്ങ് ദൂരെ പോയനേം. ചിലപ്പം തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു ഗ്യാപ്പ്, ഒരു അകൽച്ച പോലും വന്നു പോയനേം. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ കൊടുങ്കാറ്റ് അടിച്ചത് എന്തുവാ? ദൈവസ്നേഹമാ, ദൈവത്തിന്റെ കരുതലാ, ദൈവത്തിന് നമ്മളോടുള്ള ദയയാ നമ്മുടെ ജീവിതത്തിൽ ചില കൊടുങ്കാറ്റ് അടിക്കുന്നത്. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ നിരാശപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെങ്കിൽ കർത്താവ് ഹല്ലേലൂയ നമ്മളെ ഒന്ന് റീറൂട്ട് ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേട് വന്നു,
അതിൽ നിന്ന് നമ്മളെ ഒന്ന് മടക്കി കൊണ്ടുവരാൻ വേണ്ടി അടുപ്പിക്കുന്ന കൊടുങ്കാറ്റ്. അങ്ങനെയെങ്കിൽ നാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആ കൊടുങ്കാറ്റ് വരുമ്പോൾ ആ കൊടുങ്കാറ്റിനെ മനസ്സിലാക്കി, കർത്താവേ ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ നീ എന്നെ take me closer into your presence, Lord. Grant me grace to obey you for everything. എവറിത്തിങ്. കാരണം ഈ ദിവസങ്ങളെല്ലാം ഞാൻ ഒരുപാട് ചിന്തിക്കുന്ന വിഷയങ്ങളാണ്. നാം ഡിസൊബീഡിയൻസ് എന്നൊക്കെ ഒത്തിരി അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ വില കൊടുക്കാഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ ഒരു കള്ളം പോലും പറഞ്ഞാൽ ഡു നോട്ട് ലൈ എന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ തമാശന് പോലും നാം വെറുതെ ഒരു എസ്കേപ്പിനോ അല്ലെ ഒരു കള്ളം പറയുന്നത് വി ആർ ഗോയിങ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. അങ്ങനെ എത്രയോ വിഷയങ്ങൾ നാം ദൈവത്തോട് അടുത്ത് വരുന്തോറും നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യത്തിന്റെയും ആ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൃപ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് സ്റ്റോം അങ്ങനെ ആയിരുന്നെങ്കിൽ നാം നെക്സ്റ്റ് സ്റ്റോമിലേക്ക് ഒന്ന് പോകാം. നെക്സ്റ്റ് സ്റ്റോം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് മാത്യു ചാപ്റ്റർ 8 വേർഡ്സ് 23 to 27. മത്തായി 8:23 മുതൽ 27 വരെ ഉള്ള അധ്യായത്തിൽ ആ വാക്യങ്ങളിൽ കാണുന്ന സ്റ്റോമ. ആ സ്റ്റോം അടിച്ചത് ആർക്കെതിരായിട്ടാ? ഫസ്റ്റ് സ്റ്റോം അടിച്ചത് ഗോഡ്സ് ഡിസോബീഡിയന്റ് പ്രോഫറ്റ് ആൻഡ് ടു റീറൂട്ട് ഹിം ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് ആണെങ്കിൽ, ഈ സെക്കൻഡ് സ്റ്റോം അടിക്കുന്നതില്ലേ പൂർണ്ണമായിട്ട് ദൈവഹിതത്തിൽ 100% ദൈവഹിതത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിനെതിരെയാ ആ സ്റ്റോം അടിക്കുന്നത് അല്ലേ. ആ സ്റ്റോം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെതിരെ അടിക്കുമ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആരൊക്കെയായിരുന്നു? കർത്താവും തന്റെ ശിഷ്യന്മാരും ബോട്ടിൽ അങ്ങോട്ട് കയറി യാത്ര തുടങ്ങി. ഇപ്പോൾ this storm is coming up against a group of people അല്ലേ. എന്നാൽ ഈ വൺ ഗ്രൂപ്പിൽ നിന്ന് ഈ സ്റ്റോം അവരെ 2 ഗ്രൂപ്പായിട്ട് പിരിച്ചു. നമ്പർ 1, ഫസ്റ്റ് ലെസൺ ഐ വാണ്ട് us to learn from there is, എല്ലാ സ്റ്റോമും ഡിസൊബീഡിയൻസ് മുഖാന്തരം അല്ല വരുന്നത്. ചില സ്റ്റോംസ് വേറെ ഉദ്ദേശത്തോടു കൂടാ വരുന്നത്. ഈ സ്റ്റോമിന്റെ ഉദ്ദേശം എന്തുവായിരുന്നു? ഈ സ്റ്റോം അടിച്ചത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നെങ്കിലും ആ ഗ്രൂപ്പിൽ സ്റ്റോം അടിച്ചപ്പോഴത്തേന് 2 വിഭാഗമായിട്ട് മാറി അല്ലെ. ഒരു മെജോറിറ്റിയും ഒരു മൈനോറിറ്റിയും. മൈനോറിറ്റി എന്തുവായിരുന്നു? മൈനോറിറ്റി കർത്താവ് മാത്രം, ഒറ്റയാള് ദൈവത്തിന്റെ പൂർണ്ണ ഹിതത്തിൽ നിൽക്കുന്ന, നല്ല ബോധ്യത്തോടും നല്ല ധൈര്യത്തോടും ദൈവഹിതത്തിൽ നിൽക്കുന്ന കർത്താവ്. അവിടെ എന്തുവാ കർത്താവിന്റെ ജീവിതം? കർത്താവിനെ നാം കാണുമ്പോൾ കർത്താവ് നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങുക അല്ലെ. പ്രിയമുള്ളവരെ, അവിടെ 2 ഭാഗമായിട്ട് ആൾക്കാർ തിരിഞ്ഞാൽ വൺ പേഴ്സൺ, മൈനോറിറ്റി ഈസ് ഹാവിങ് ഗ്രേറ്റ് ഫെയ്ത്ത്, ആഴമേറിയ വിശ്വാസം. ദ മെജോറിറ്റി ഈസ് ഹാവിങ് ലിറ്റിൽ ഫെയ്ത്ത്. ഈ സ്റ്റോം വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു എക്സാമിനേഷൻ ആയിട്ടാണ്. ഈ സ്റ്റോമിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ട്, നാം ഈ പ്രൊഫസ് ചെയ്യുന്ന വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു അളവൊന്ന് നമ്മെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് അടുപ്പിക്കുന്ന ചില കൊടുങ്കാറ്റ്. ഹല്ലേലൂയ. അവിടെ കർത്താവിനെ ഒന്ന് നോക്കാം, ഈ മൈനോറിറ്റി ഗ്രൂപ്പിനെ ഒന്ന് നോക്കാം. എന്താ? ശാന്തമായിട്ട് കിടന്നുറങ്ങാം. വൈ? ഈ കാറ്റിനെയും കോളിനെയും സൃഷ്ടിച്ചോൻ ഹല്ലേലൂയ അവൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല, അവൻ അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് he is resting peacefully അല്ലെ. he is sleeping through the storm. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം വരുന്നുണ്ടോ? are we able to sleep through a storm? കർത്താവ് പറഞ്ഞത്, ഞാൻ peace I give unto you, not as the world gives. എന്നാൽ ലോകം തരാത്ത സമാധാനമാ
കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം സമാധാനം എന്ന് പറഞ്ഞാല് എല്ലാം സമാധാനമായിട്ടിരിക്കുമ്പോൾ നാം സ്വസ്ഥമായിട്ടിരുന്നാൽ അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, ദ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് ദ സിറ്റുവേഷൻ മൈറ്റ് ലുക്ക് ഒട്ടും ആ സിറ്റുവേഷൻ കണ്ടാൽ ലോകം ചോദിക്കണം, അയ്യോ ഇവരെങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്നെന്ന്. അതുപോലത്തെ സിറ്റുവേഷനില് പൂർണ്ണ സമാധാനത്തിൽ കാക്കപ്പെടുന്നവനാ ഗ്രേറ്റ് ഫെയ്ത്ത് ഉള്ളവൻ. ഹല്ലേലൂയ. എന്നാൽ ലിറ്റിൽ ഫെയ്ത്ത് ഉള്ള ആ മെജോറിറ്റി ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? അപ്പോഴത്തേനങ്ങ് വെപ്രാളം തുടങ്ങി. അവരെന്താ ഫ്രാൻറ്റിക് ആവുക, കർത്താവേ കർത്താവേ ഡോണ്ട് യു സീ വി പെരിഷ്. അല്ലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ who told them they are going to perish? അവിടെ ആരെ കർത്താവ് പറഞ്ഞു പെരിഷ് ആവാൻ പോവാണെന്നോ പെരിഷ് ആകുമെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. നാം തന്നെ അങ്ങ് സെൽഫ് ഡിക്രീ ചെയ്യുക, വി ആർ ഗോയിങ് ടു പെരിഷ്. യോബിന്റെ പുസ്തകം വായിക്കുമ്പം അവിടെ ഒരു കാര്യം നാം കാണുന്നത്, ജോബ് പറയുന്നത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് ഭവിച്ചു. ക്യാൻ വി ഡിക്ലെയർ വേർഡ്സ് ഓഫ് ഫെയ്ത്ത്? നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ വേർഡ്സ് പ്രൂവ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേന് നാം ഇങ്ങനെ വെപ്രാളം പിടിച്ച് അൺറെസ്റ്റിലായിട്ട് അവിടെ ഇവിടെ ഓടി നടക്കുന്ന ഒരു വെപ്രാളം, ഒരു സമാധാനമില്ലാതെ അങ്ങനെ അങ്ങ് ഡിസ്റ്റർബ് ആവുന്ന ഒരു അനുഭവമാണോ? ആർ വി ഏബിൾ ടു റെസ്റ്റ് ആൻഡ് പീസ് ഹാവ് പീസ് ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് സ്റ്റോംസ്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് ഹല്ലേലൂയ നമ്മളിൽ നിന്ന് അതാ ആഗ്രഹിക്കുന്നത്. ഈ സ്റ്റോം വന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ടെന്ന്. ഡു വി ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത്? ഡു വി ഹാവ് ലിറ്റിൽ ഫെയ്ത്ത്? എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇതേ ഫ്രാൻറ്റിക് ആയിട്ട് കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ഇതേ അപ്പോസ്റ്റൽസില്, ഇതേ ഡിസൈപ്പിൾസില് ഒരു സമയത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്തുവാ, അവരും സെയിം, ദേ ആർ ഓൾസോ സ്ലീപ്പിംഗ് ത്രൂ സർട്ടൻ സ്റ്റോംസ്. അല്ലെ, പത്രോസിനെ ഒന്ന് നോക്കിയേ. ഇവിടെ ഞാൻ ചിന്തിക്കുന്നത് ഈ സ്റ്റോം വന്നപ്പം പത്രോസ് ആയിരുന്നായിരിക്കണം ലീഡർ, കർത്താവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും പിടിച്ച് വലിച്ച്, കർത്താവെ നീ കാണുന്നില്ലേ പെരിഷാവാൻ പോകുന്നൊക്കെ ആദ്യം പത്രോസ് ആയിരിക്കും ലീഡ് ചെയ്തത്. പക്ഷെങ്കിൽ പത്രോസ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ ആത്മാവിനാൽ ബലപ്പെട്ട് പിൻകാലത്ത് സഭയിൽ ഹല്ലേലൂയ കർത്താവ് അവനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴില്ലേ, അടുത്ത ദിവസം സ്തെഫാനോസ് മാർട്ടിയറായി കഴിഞ്ഞു, ജെയിംസ് മാർട്ടിയറായി കഴിഞ്ഞു. ഇപ്പം പത്രോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടേക്ക്. അടുത്ത ദിവസം കാലത്ത് അവനെയും കൊല്ലുവാനാ. പക്ഷെങ്കിൽ ഹീ സ്ലീപ്പിംഗ് ത്രൂ ദ സ്റ്റോം. പ്രിയമുള്ളവരെ, അങ്ങനെ ആ ഒരു സമാധാനത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ കാക്കപ്പെടട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്തെ സ്റ്റോം നാം കാണുന്നത് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിലാ. അവിടെ കാണുന്ന സ്റ്റോം എന്തുവാ? 27-ാമത്തെ അധ്യായത്തില് അവിടെ it is not because of a disobedience on part of Paul. It is not even to check his faith, but it is circumstantial. അല്ലെ, ചില സ്റ്റോംസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അങ്ങനെ ആയിരിക്കാം, സർക്കംസ്റ്റാൻഷ്യൽ. നാം അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന ചിലരുടെ അനുസരണക്കേടോ അവരുടെ നിമിത്തമായിരിക്കാം ആ സ്റ്റോം നമ്മുടെ മേൽ വരുന്നത്. എന്നാൽ ഹല്ലേലൂയ ആ സ്റ്റോമിനെ കുറിച്ചും നാം പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും സമയം മുന്നോട്ട് പോയി. ആ സ്റ്റോമിലും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചില കാര്യങ്ങളുണ്ട്. അവിടെ നാം ധൈര്യമായിട്ട് നിന്ന്, ഉറപ്പോടെ നിന്ന്, ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്, പൗലോസ് പറഞ്ഞിരുന്നു, അതിനുശേഷം അനുസരണക്കേട് കാണിച്ചിട്ടാ ഈ സ്റ്റോം, ഇത്രയും വലിയൊരു സ്റ്റോം ഫേസ് ചെയ്യേണ്ടി വന്നത്. ഒരുപാട് നാശനഷ്ടം ഉണ്ടായത്. പക്ഷെങ്കിൽ പൗലോസ് അവിടെ ജഡ്ജ്മെന്റിലായില്ല. ഹി ജസ്റ്റ് ടോക്സ് ടു ദം അബൌട്ട് ഇറ്റ്. ആക്ട്സ് ചാപ്റ്റർ 27:14-20 നമ്മൾ വായിക്കുമ്പോൾ വേർഡ്സ് 21, 23, 24 പൗലോസ് എഴുന്നേറ്റ് നിന്ന് പറയുക, സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെങ്കിൽ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു, നിങ്ങൾ അത് അനുസരിക്കാതെ ഷിപ്പെടുത്തു, ഇന്ന് നാം ഇത് കാണിക്കുന്നു. പക്ഷെങ്കിൽ അവിടെ ഒരു ബിറ്റർനെസ് ഇല്ല. അവിടെ പിന്നെ എൻകറേജ് ചെയ്യുക. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരും നഷ്ടപ്പെടാൻ പോകുന്നില്ല.
അതിനുശേഷം അവരെ എൻകറേജ് 33-34 നാം വായിക്കുന്നത് അവരെ എൻകറേജ് ചെയ്തു കഴിപ്പാനായിട്ട്, അല്ലെ? കുറെ ദിവസമായി നിങ്ങൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്ന് നാം കഴിക്കണം, കഴിച്ച് ബലപ്പെടണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ നാം ചില സ്റ്റോംസ് മറ്റുള്ളവർ നിമിത്തം ഫേസ് ചെയ്യുമ്പോൾ നാം അവരോടങ്ങ് ബിറ്ററായിട്ട് നാം നീ കാരണമാ എനിക്ക് ഇത് കഷ്ടം ഉണ്ടായത്, നിങ്ങൾ കാരണമാ പലപ്പോഴും നാം അങ്ങനല്ലേ ചെയ്യുന്നത്. പക്ഷെങ്കിൽ അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് ഹല്ലേലൂയ അവരുടെ ജീവനും കൂടെ നമ്മുടെ കയ്യിലാ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അവരെ എൻകറേജ് ചെയ്തിട്ട് അവരോട് ഹല്ലേലൂയ ഭക്ഷിക്കാൻ വേണ്ടി ഹല്ലേലൂയ ഈ ജീവന്റെ അപ്പം ഇന്നും ഹല്ലേലൂയ തളർന്നിരിക്കുന്ന നേരത്ത് നമ്മെ ബലപ്പെടുത്താൻ ഈ ജീവന്റെ അപ്പമാ. ഹല്ലേലൂയ ഏലിയാവിനെ നോക്ക്, തളർന്നിരുന്നപ്പോൾ ഏലിയാവിനെ ബലപ്പെടുത്താൻ എന്തുവാ? ചൂടപ്പമാ കർത്താവ് അയച്ചത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ ജീവന്റെ അപ്പം കഴിച്ച് നാം ബലപ്പെട്ട് മറ്റുള്ളവരെയും കഴിക്കാൻ എൻകറേജ് ചെയ്ത് ഹല്ലേലൂയ അവരെ ബലപ്പെടുത്തി. ഹലോ ആന്റി, സമയം വേണമെങ്കിൽ ഇച്ചിരി കൂടെ എടുത്തോ, കുഴപ്പമില്ല. ഓക്കെ സമയമുണ്ടോ? ഓക്കെ. അന്നേരം അവിടെ പൗലോസിന്റെ ഈ തേർഡ് സ്റ്റോം നാം കാണുമ്പോൾ അവിടെ എന്താ, പോൾ ഒരു ശരിക്കും നമുക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു സ്വഭാവമാ പൗലോസിന്റെ അവിടെ കാണുന്നത്. അവിടെ പൗലോസ് അവരെ ഇങ്ങനെ വിഷമിപ്പിക്കാനോ ഒരു ബിറ്റർനെസ് ഇല്ലാതെ പൗലോസ് അവരെ ഫുഡ് കഴിക്കാൻ, അന്നേരം പല പ്രാവശ്യം തളർന്നിരിക്കുന്ന സമയത്ത് എന്താ കർത്താവ്, നാം പല പ്രാവശ്യം കാണുന്നില്ലേ, ഏലിയാവ് തളർന്നിരുന്നപ്പം മതി കർത്താവ് ഇനി എനിക്ക് മേല, ഇസബേല ഏലിയാവിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇത്രയും വലിയ കർമ്മേലിലെല്ലാം ദൈവത്തിന് വേണ്ടി നിലനിന്ന ഏലിയാവ് മതി കർത്താവ് ഇനി ഞാൻ അങ്ങ് മരിച്ചോട്ടെ. അങ്ങനെ ചെല്ലുമ്പം കർത്താവ് തന്റെ ദാസനെ ബലപ്പെടുത്താൻ എന്താ ചെയ്തത്? ഫുഡ് കൊടുക്കാൻ ഏഞ്ചലിനെ വിട്ടു, ചൂടപ്പം കൊടുക്കാൻ, അല്ലെ? പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാല് പത്രോസും ശിഷ്യന്മാരും പിന്മാറ്റത്തിലേക്ക് പോയി, അല്ലെ? അതിനുശേഷം അവര് മീൻ പിടിക്കാൻ പോയിട്ട് രാത്രി മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടൊന്നും ഉപകാരമില്ല, അവരങ്ങ് തളർന്നു പോയി. ആ സമയത്തും അവരെ ബലപ്പെടുത്താനും അവരെ കർത്താവിന്റെ ആ സ്നേഹം കാണിക്കുന്നത് എങ്ങനെയാ, അവരെ ഒന്നുകൂടെ ഒന്ന് റിവൈവ് ചെയ്യാൻ, റെജുവിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ആ ചൂട് അപ്പവും മീനും, അല്ലെ? പലപ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് ദിസ് ജീവന്റെ അപ്പം, ഈ മന്ന നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തളർന്നിരിക്കുന്നവരെ നാം ഒന്ന് എൻകറേജ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നാം ആയാലും ഹല്ലേലൂയ സ്റ്റോംസ് ഒക്കെ ഫേസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യം, അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പം നാം ദൈവസന്നിധിയിൽ വന്നൊന്ന് ദൈവത്തിന്റെ ഈ ജീവന്റെ വചനം നാം ഒന്ന് ഭക്ഷിക്കാം. അങ്ങനെ ആ ജീവന്റെ വചനം നാം ഒന്ന് ഭക്ഷിച്ച് ബലപ്പെട്ടാൽ അവിടെ 34th വേഴ്സില് നാം വായിക്കുന്നത് എന്തുവാ? അവര് 35th verse, Acts 27:35. And when he had thus spoken, he took bread, gave thanks to God in the presence of them all, and when he had broken it, he began to eat. Then were they all of good cheer, and they also took some meat. അന്നേരം അവരെല്ലാരും വേർഡ്സ് 35 and 36 വായിച്ചത്. അന്നേരം അവരെല്ലാരും അത് ഭക്ഷിച്ചെന്താ? They became of good cheer. അവര് ഉത്സാഹം വന്നു. അതിനുശേഷമുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവർക്ക് ബലം വന്നു, അല്ലെ? ഏലിയാവിന്റെ ജീവിതത്തിൽ ഒന്ന് നോക്കിക്കേ, ഒട്ടും സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു, അല്ലെ? അപ്പൊ ആ ഏഞ്ചലിന്റെ അടുത്തുനിന്ന് അപ്പം മേടിച്ച് കഴിച്ചിട്ട് അതിനുശേഷം ഇസബേല് അപ്പോഴത്തേനും വല്ല മാനസാന്തരം വന്നോ? ഇനി ഞാൻ ഏലിയാവിനെ കൊല്ലത്തില്ലെന്ന് എന്തേലും പറഞ്ഞു? ഇല്ല. ഇസബേൽ സ്റ്റിൽ ഹണ്ടിങ് ഫോർ ഏലിയ, അല്ലെ? നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. പക്ഷെങ്കിൽ ആഹാബിന്റെ രഥത്തിന്റെ മുന്നേ ഓടുവാനുള്ള ബലം ഏലിയാവ് പ്രാപിച്ചെടുത്തു ആ ചൂടപ്പം കഴിച്ചിട്ട്, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഈ വചനം, ജീവന്റെ വചനം നാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ആഞ്ഞടിക്കുന്ന ഏത് കാറ്റിനെയും കടലിനെയും ഏത് സ്റ്റോമിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു ബലം നാമും നമ്മൾ നമ്മളോട് കൂടെ ഇരിക്കുന്നവരെല്ലാരും പ്രാപിച്ചെടുക്കണമെങ്കിൽ we need to encourage them to eat of this living bread. ഹല്ലേലൂയ. അതിനുശേഷം നാം കാണുന്നത് 43-44 വരുമ്പോൾ അവിടെ എന്തുവാ? കപ്പൽ നശിച്ചു. എന്നാൽ വേറൊരു കാര്യം,
ഒരു ജീവഹാനി വരത്തില്ല. പക്ഷെങ്കിൽ അവർക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ദേ ഓൾസോ ഹാഡ് ടു വർക്ക്, അല്ലെ? അവരെന്താ, സ്വിമ്മിങ് അറിയാവുന്നവരൊക്കെ സ്വിം ചെയ്ത് ഷോറിലെത്തണം. അതിനുശേഷം സ്വിമ്മിങ് അറിയാത്തവർ എന്ത് ചെയ്യണം? ഈ കപ്പലിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അത് പിടിച്ച് കിടന്ന് അത് അഫ്ലോട്ട് ആയിട്ട് അവര് അവിടെ ലാൻഡിലെത്തണം, അല്ലെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അത് വായിച്ചപ്പോ ഞാൻ ചിന്തിച്ചതാ, കർത്താവേ, റെഡ് സീ രണ്ടായിട്ട് അങ്ങ് വിഭാഗിച്ചു, അല്ലെ? ആൻഡ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രാക്ടിക്കൽ ഇൻസ്റ്റൻസസ് ആണ് ഞാൻ പറയുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം പിൻകാലത്ത് ചെയ്ത പ്രവൃത്തികളെ നാം അതുപോലെ ഒരു സ്റ്റീരിയോ ടൈപ്പിലെ ദൈവത്തെ കാണത്തുള്ളൂ. പലപ്പോഴും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഓ, കഴിഞ്ഞ ദിവസം കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചു, അതുകൊണ്ട് എന്റെ ഈ സാഹചര്യത്തിലും കർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കണം. നാം അങ്ങനെ ചിന്തിക്കാറില്ലേ? ഞാൻ അന്നേരം ചിന്തിക്കായിരുന്നു, കർത്താവെ, റെഡ് സീ രണ്ടായിട്ട് ഭാഗിച്ചു, അല്ലെങ്കിൽ യോർദാനെ നിനക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് എല്ലാം ഡ്രൈ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റി. യോനായിക്ക് ലാൻഡിലോട്ട് കൊണ്ടുവരാൻ മീൻ ഉണ്ടായിരുന്നു. കർത്താവ് ജസ്റ്റ് എഴുന്നേറ്റ് നിന്നൊന്ന് ശാന്തമാണെന്ന് പറയാഞ്ഞപ്പോഴത്തേന് ശാന്തമായി. പക്ഷെ ഇവിടെ എല്ലാ പ്രാവശ്യവും there is a different way where the Lord is working, അല്ലെ? പലപ്പോഴും we restrict God and God's work in our finite knowledge. നാം നമ്മുടെ കുഞ്ഞു ബുദ്ധിയും കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നോണ്ട് ഇങ്ങനെ തന്നെ ആകണം എന്ന് നാം ദൈവത്തിൽ നിന്ന് ചില സ്റ്റീരിയോടൈപ്പ് ബിഹേവിയേഴ്സ് എക്സ്പെക്ട് ചെയ്യാറില്ലേ? എന്നാൽ ഓരോ പ്രാവശ്യവും ഹിസ് വർക്ക് ഇസ് ഗോയിങ് ടു ബി ഡിഫറെന്റ്. വെൻ ഹി സേസ് യു വിൽ നോട്ട് ഡൈ, ഇറ്റ് മീൻസ് യു വിൽ നോട്ട് ഡൈ. എന്നാൽ സ്വിം ചെയ്യേണ്ടി വരും. ചില സമയം നമ്മുടെ ജീവിതത്തിൽ ചില കപ്പലുകളൊക്കെ തകർന്നു പോകുമ്പോൾ അത് സർക്കംസ്റ്റാൻഷ്യൽ റീസൺസ് കാരണമായിരിക്കാം തകരുന്നത്, അതായത് മറ്റുള്ളവരുടെ ഡിസൊബീഡിയൻസ് കാരണമായിരിക്കാം തകരുന്നത്. പക്ഷെങ്കിൽ നാമുമുള്ള കപ്പൽ തകർന്നു പോകും. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ചില സ്റ്റോംസ് ഒക്കെ അടിക്കുമ്പോൾ ചില സമയത്ത് ഉള്ള ബലം കൊണ്ട് നാം തന്നെ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. ഗോഡ് എക്സ്പെക്ട്സ് us to swim ashore. എന്നാ ശരി, സ്വിം ചെയ്യാൻ അറിയത്, ആ സ്വിം ചെയ്ത് നാം അവിടെ വരെ എത്തണമെങ്കിലും വിശ്വാസം ആവശ്യമുണ്ടല്ലേ? എനിക്ക് ഈ കപ്പൽ അടിച്ച് തകർത്ത് കളയാവുന്ന ഈ ഈശാന മൂലൻ, ഞാൻ സ്വിം ചെയ്ത് സേഫ്റ്റിയിൽ എത്തേണ്ടത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എത്രത്തോളം വിശ്വാസം വേണം, അല്ലെ? ആൻഡ് അനദർ തിങ് ഈസ്, ചിലർ ഈ ബ്രോക്കൺ പീസസിനെ തന്നെ പിടിച്ചു കിടക്ക്. കർത്താവ് വിശ്വസ്തന. നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളിലൊക്കെ നാം പരാജയമായിരിക്കാം. ചില ബ്രോക്കൺ പീസസ് മാത്രമേ, ചില കപ്പൽ, ചില കാര്യങ്ങൾ നാം ആഗ്രഹിച്ചത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെ ചില നന്മകൾ, അല്ലെ ചില കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ തകർന്നു പോയി കാണാം. എങ്കിലും നാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ബ്രോക്കൺ പീസിനെങ്കിലും ഒന്ന് പിടിച്ചൊന്ന് കിടക്കാമോ? ദാറ്റ് ഓൾസോ റിക്വയർസ് ഫെയ്ത്ത്. ആ ബ്രോക്കൺ പീസിനെ ഒന്ന് പിടിച്ച് കിടന്നാ മതി. The Lord is going to bring us afloat. The Lord is going to take the responsibility to bring you safe on shore. Hallelujah. Praise the Lord. Hallelujah. ദൈവം hallelujah. നാം hallelujah. ഇങ്ങനെ ഓരോ കാര്യവും നാം വിശ്വാസത്തോടെ ചെയ്യാം. ഏത് കാറ്റടിച്ചാലും നാം അങ്ങ് അതിനെ ഇത് അനുസരണക്കേട് നിമിത്തമാ, അല്ലെ, അങ്ങനെ നാം കാറ്റഗറൈസ് ചെയ്യാതെ നാം ഓരോ കാറ്റഗറിയിൽ എന്തുകൊണ്ടാണെന്ന് നാം നമ്മെ തന്നെ ഒന്ന് വിവേചിക്കണം. നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാം. കർത്താവെ, ഈ കാറ്റ് എനിക്കെതിരായിട്ട് അടിക്കുന്നത് എന്റെ ഒരു അനുസരണക്കേടാണോ? ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയോ? അതോ എന്റെ വിശ്വാസത്തിന്റെ പരീക്ഷയാണോ? അതോ ഞാൻ മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് അനേകരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി എന്നെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു ദൈവനാമ മഹത്വം ഉണ്ടാകാൻ വേണ്ടി ഉള്ള ഒരു കാറ്റാണോ? കൊടുങ്കാറ്റ് ഏത് റീസണും ആവാം. ദൈവത്തിന് ഇവിടെ ഒരു കാര്യം നാം കാണേണ്ടത്, ഇതെല്ലാം ദൈവജനം തന്നെയായിരുന്നു. They were not people who were heathen. They were not people who were, who did not know God. ദൈവസന്നിധിയിൽ ജീവിച്ചോരും ജീവിച്ചോണ്ടിരുന്നവരും ജീവിച്ചവരുടെ എതിരായിട്ടാ ഈ കൊടുങ്കാറ്റൊക്കെ വന്നത്. പക്ഷെങ്കിൽ ഈ എല്ലാ കൊടുങ്കാറ്റിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ചില ഇമ്പോർട്ടന്റ് ലെസൺസ് ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ.
ഓരോ കൊടുങ്കാറ്റ് വരുമ്പോഴും നല്ല ധൈര്യത്തോടുകൂടെ ഉറപ്പോടുകൂടെ നാം ചെയ്യേണ്ടതിനെ ചെയ്തുകൊണ്ട് നാം നമ്മുടെ ഹല്ലേലൂയ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. താങ്ക് യു ആന്റി. നല്ല അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും കാറ്റുകൾ ബൈബിളിലുണ്ട്. കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രതികൂലത്തിന്റെ